നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ് നായകൻ, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് നായിക. പക്ഷേ ഡോണ്ട് തിങ്ക് ദാറ്റ് എല്ലാവരുടെയും കഥയിൽ നമ്മളാണ് സെന്റർ ഓഫ് അറ്റൻഷൻ. ഇതൊരു സൈക്കോളജിക്കൽ ഫിനോമിനൻ കോൾഡ് സ്പോട്ട്ലൈറ്റ് എഫക്ട്. അതായത് നമ്മൾ വിചാരിക്കുന്നത് എല്ലാവരും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അല്ല, എല്ലാവരും വി ഹ്യൂമൻ ബീങ്സ് ആർ സെൽഫ് ഫോക്കസ്ഡ്. നമ്മൾ കൂടുതലും നമ്മളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവരെൻ്റെ തെറ്റുകൾ, ഞാൻ ചെയ്ത ഒരു തെറ്റിനെ കുറിച്ച് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു ഹെയർ കട്ട് ചെയ്തു വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു നൈസ് ഔട്ട്ഫിറ്റ് നമ്മൾ ചിന്തിക്കുന്ന ഒരു ഔട്ട്ഫിറ്റ് ഇട്ടെന്ന് വിചാരിക്കും. മേ ബി നമ്മൾ കാണുന്ന ഒരാൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയെ അത് മൈൻഡ് ചെയ്യാണ്ട് പോവുക ചെയ്യാം. അപ്പോൾ വിഷമം വിചാരിക്കരുത്. ബിക്കോസ് എല്ലാവരും സെൽഫ് ഫോക്കസ്ഡ് ആണ്. ഇപ്പോൾ ഞാനും വേറെ ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരും അവനവനെ കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക കൂടുതൽ സമയം. അവരെന്താണ് വിചാരിക്കുന്നത്, എൻ്റെ ഔട്ട്ഫിറ്റ് ആരെങ്കിലും ശ്രദ്ധിച്ചു, ഞാൻ എന്താ ചിന്തിക്കുന്നത്, എൻ്റെ ഔട്ട്ഫിറ്റ് ആരെങ്കിലും ശ്രദ്ധിച്ചു, എല്ലാവരും തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും വിചാരിച്ചേക്കരുത് നമ്മൾ തന്നെയാണ് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്പോട്ട്ലൈറ്റ് എഫക്ട് ക്യാൻ ലീഡ് ടു ആൻസൈറ്റിയും സ്ട്രെസ്സും ഉണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഏതൊരു ഫംഗ്ഷന് പോയി വിചാരിക്കാം, പക്ഷേ എന്താ പറയുക, നമുക്ക് അവിടെ മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. തിങ്കിങ് എല്ലാവരും എന്നെ ജഡ്ജ് ചെയ്യാനോ, അല്ലെങ്കിൽ എൻ്റെ ഔട്ട്ഫിറ്റിനെ ജഡ്ജ് ചെയ്യാനോ, അല്ലെങ്കിൽ ഞാൻ നടക്കുന്നത് ജഡ്ജ് ചെയ്യാനോ അല്ല. എല്ലാവർക്കും ഓരോ പണിയുണ്ട്. എല്ലാവരും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമല്ല. ചിലപ്പോൾ നോട്ടീസ് ചെയ്യുമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുമായിരിക്കും, മേ ഓർ മേ നോട്ട് ബി. പക്ഷേ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമല്ല. സോ ദേ ആർ എക്സെപ്ഷൻ കേസസ്. പക്ഷേ പറയുന്നത് നമുക്കുണ്ടായ ഒരു മിസ്റ്റേക്കിനെ കുറിച്ച് വേറെ ആൾ ചെയ്താൽ മൊത്തം ചിന്തിച്ചുകൊണ്ടിരിക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ എംബാരസിംഗ് മൊമെന്റ്സ് നമ്മളാണ് കൂടുതൽ ടൈം ചിന്തിക്കുക. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും എല്ലാ ഇൻഡിവിജ്വലിനും ഓരോരോ ജീവിതങ്ങളുണ്ട്. ആ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാനാണ് നായിക അല്ലെങ്കിൽ നായകൻ. പക്ഷേ വേറെ ആൾക്കും അതുപോലെ അവരുടേതായ വേറൊരു സെറ്റ് ഓഫ് ലൈഫാണ്. അവരുടെ ലൈഫ് അവരാണ് നായകൻ നായിക. ആ സ്പേസിലേക്ക് നമ്മൾ ഒരിക്കലും എന്താ പറയുക, ഓക്കെ നിന്റെ ജീവിതത്തിൽ ഞാനാണ് നായിക, നിന്റെ ജീവിതത്തിൽ ഞാനാണ് നായകൻ, നിങ്ങൾ ഇപ്പോൾ എന്നെ കോംപ്ലിമെന്റ് ചെയ്യണം, നിങ്ങൾ ഇപ്പോൾ എന്നെ മൈൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാറ്റ് ക്യാൻ ലീഡ് ടു ആൻസൈറ്റി ആൻഡ് സ്ട്രെസ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ദിസ് ഇസ് എന്താ പറയുക, ഒരു എക്സ്റ്റെൻഡ് വിട്ട് എന്താ പറയുക, ആൾക്കാർ നമ്മളെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ആ സെന്റർ ഓഫ് അറ്റൻഷൻ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ആക്ച്വലി അവർ നമ്മളെക്കുറിച്ച് അത്രയും ചിന്തിക്കുന്നില്ല.